3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തിയേറ്ററിൽ കൊണ്ടുപോകാവോ? കഴിവതും നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പം അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എൻജോയ് ചെയ്തു. ഇപ്പോൾ ഒരു പാർട്ടിയിൽ പോയി അല്ലെങ്കിൽ ഒരു ഉത്സവങ്ങൾക്ക് പോയി നമ്മൾ ആ സിറ്റുവേഷൻ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. പക്ഷേ കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് കേൾക്കാത്തത് പോലെ ഇരിക്കും. അപ്പോൾ പാരൻസ് ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആള്, പെട്ടെന്ന് ഇത് എന്ത് പറ്റി എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോഴാണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നതും. ഡോക്ടർ നോക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് ന്യൂറോ സെൻസറി ഇഷ്യൂസ് ആയിരിക്കാം, ഹിയറിംഗ് ലോസ് ആയിരിക്കാം ചിലപ്പോൾ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ DJ-യിലാണെങ്കിലും അതുപോലെ തന്നെ തിയേറ്ററിലാണെങ്കിലും ഈവൻ കാറിലാണെങ്കിൽ കൂടി നമ്മൾ സോങ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഡെസിബിൾസ് കൂടിയിട്ടുള്ള ഡെസിബിളിൽ വെച്ചിട്ടാണ് കേൾക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പോലും ഒരു 50 ഡെസിബിളൊക്കെയാണ്, 50-ൽ താഴെയാണ് ഏറ്റവും നല്ലത്. അത്രയും ഡെസിബിളുള്ള ഹിയറിംഗ് ആണ് ഏറ്റവും കുഞ്ഞു മക്കൾക്ക് നല്ലതെന്ന് പറയുന്നത്. അതിൽ മേലുള്ള ഡെസിബിൾ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് ലോസ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ലൗഡ് ആയിട്ടുള്ള വോയിസ് ഉള്ള സ്ഥലങ്ങളിൽ കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ നിങ്ങൾ കൊണ്ടുപോകേണ്ടി വന്നാൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, കൊണ്ടുപോകേണ്ടി വന്നാൽ ഹിയറിംഗ് മഫ്സ് പോലത്തുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് ബേബി ഹിയറിംഗ് മഫ്സ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് വെച്ച് കൊടുക്കുക. അതായത് ഇപ്പം ലൗഡ് ആയിട്ടുള്ള വോയിസ് ഉള്ള ബോക്സസ് ഒക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ ആ ബോക്സിന്റെ അടുത്തൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്താണ്ടിരിക്കുക. ഇപ്പൊ ഈ 2 കാര്യങ്ങളും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.